മഹാരാഷ്ട്രയിലേക്ക് 2 നിരീക്ഷകരെ അയച്ചു കേന്ദ്രം. ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞ നടക്കില്ല എന്ന് ഏകദേശം ഉറപ്പാവുകയാണ്. ആസാദ് മൈതാനിയിലേക്ക് മോദി എത്താനിരിക്കെയാണ് വീണ്ടും ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. 10 ദിവസങ്ങൾക്കിപ്പുറവും വിജയിക്കാൻ കാണിച്ച ആവേശം ബിജെപിക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നടക്കുന്നില്ല എന്നതാണ്. കാരണം ഷിൻഡെ ഇടഞ്ഞു നിൽക്കുമ്പോൾ എന്തൊക്കെ ഓഫറുകൾ നൽകിയിട്ടും മുഖ്യമന്ത്രിയിൽ കസേരയിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്ന് വാശി പിടിക്കുന്ന ഷിൻഡെ 2 യോഗങ്ങളും റദ്ദു ചെയ്തതോടെ കാര്യങ്ങൾ കേന്ദ്ര ബിജെപി വിചാരിച്ചിടത്ത് നിൽക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് 2 നിരീക്ഷകരെ കൂടി കേന്ദ്രം മഹാരാഷ്ട്രയിലേക്ക് അയക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുമാണ് നിരീക്ഷകർ. മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള സസ്പെൻസ് തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 2 നിരീക്ഷകരെ അയക്കുന്നത്. ഇവരുമായുള്ള യോഗത്തിലാണ് MLA-മാർ അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴും ഷിൻഡെ ഈ യോഗത്തിലും പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകനാഥ് ഷിൻഡെയ്ക്ക് കീഴിലാണ് മഹായുതി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും അതിനാൽ വിജയം ജനങ്ങൾ ഷിൻഡെയ്ക്ക് നൽകിയ അംഗീകാരമാണ് എന്നുമാണ് ഇതേ ശിവസേന തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ 2022-ലെ പ്രത്യേക സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തതുപോലെ ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് BJP നേതാക്കൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. BJPയെ പിന്തുണയ്ക്കുമെന്ന് NCP ഇവിടെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി തിരിച്ചെത്തും. 2ാം ഡെപ്യൂട്ടി ആരായിരിക്കുമെന്നിനി കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് ഏകനാഥ് ഷിൻഡെ അറിയിച്ചതോടുകൂടിയാണ് പൊല്ലാപ്പ് തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ മകൻ ശ്രീകാന്ത് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്നാൽ ഈ സാധ്യത ശ്രീകാന്ത് ഷിൻഡെ തന്നെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ മഹാവികാസ് BJPയെ രൂക്ഷമായി വിമർശിക്കുക കൂടി ചെയ്തോടെ ഒരവസരത്തിൽ എന്ത് ചെയ്യണമെന്ന അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാനായിട്ട് കൂടിയാണ് 2 നിരീക്ഷകരെ കേന്ദ്രം ഇപ്പോൾ അയക്കുന്നത്. ബലം വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു തീരുമാനമെടുക്കാൻ മഹായുതിക്ക് കഴിയാത്ത മഹാരാഷ്ട്രയ്ക്ക് അപമാനമാണ് എന്നാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ നേതാവ് ആദിത്യ താക്കറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം പോലും ഉന്നയിക്കാതെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചത് ശുദ്ധ അരാജകത്വമാണ് എന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.